അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ എത്തിയിട്ട് അമലു അമലു എന്ന് വിളിക്കുന്ന അഭിനവ് അവന് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറയൊക്കെ മേടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവനാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അമലുവിൻ്റെ പെങ്ങൾ മായമോളുടെ മകനാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ് ലല്ലു. ഞാൻ ആ മുമ്പിൽ പോകുന്നതാണ് എൻ്റെ ചേട്ടൻ. ചേട്ടൻ്റെ പേര് മനീഷ് എന്നാണ്. അപ്പം ലല്ലു ആദ്യമായിട്ടാണ് നമ്മുടെ കടൽ കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു കളിയും ചിരിയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറേ ഷൂട്ട് ചെയ്തിരുന്നു, പിന്നെ അങ്ങ് ബാറ്ററി തീർന്നു പോയി. പിന്നെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥ വന്നു. ബാറ്ററിയൊക്കെ മൊബൈലിൽ തീർന്നു പോയതുകൊണ്ട് പിന്നെ ഷൂട്ടൊന്നും ചെയ്യാൻ പോയില്ല. ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പോയില്ല. ബാറ്ററി അപ്പോഴത്തേക്ക് തീർന്നു. ഇനി ഈ കളികളും ലല്ലുവിൻ്റെ കളികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയ സംഭവങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള ആലപ്പുഴ വേറെ സ്ഥലങ്ങളിലോട്ടൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാനൊന്നും പോയിട്ടുമില്ല. കൂടുതൽ വണ്ടിയിൽ നിന്നുള്ള ഷൂട്ടിംഗ് ആയിരുന്നു, കൂടുതൽ റോഡായിരുന്നു. പിന്നെ ആ ഭാഗങ്ങളൊക്കെ കുറേ വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. അതൊക്കെ വെട്ടിക്കളഞ്ഞു. വലിയ വീഡിയോസ് ആക്കാൻ താല്പര്യം വേണ്ടാന്ന് വെച്ചിട്ട്. താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട, എല്ലാവരും പറഞ്ഞു ഇത് തന്നെ റോഡ് മാത്രം ഉണ്ടെന്ന്. പിന്നെ അങ്ങ് ആ വീഡിയോസൊക്കെ അങ്ങ് ഒഴിവാക്കി. കുറേ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കുറേ റോഡിലൂടെയുള്ള യാത്രകൾ ആണ് കൂടുതലും. പിന്നെ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒഴിവാക്കി നമ്മൾ വീഡിയോ വെട്ടിച്ചുരുക്കി അപ്ലോഡ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം, അതായത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം ആണ് ഇത്. അപ്പോൾ ഇതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതിനകത്തെ പിള്ളേരുടെ കളികൾ, അഭിനവും ലല്ലുവിൻ്റെ പേര് ആരവെന്നാണ്, വീട്ടിൽ വിളിക്കുന്നതാണ് ലല്ലു എന്നാണ്. അപ്പം ലല്ലു കാറ്റാടിയൊക്കെ വേണമെന്ന് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ കുറേ നേരം വണ്ടിയിലിരുന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പിന്നെ അത് മറന്നുപോയി. അങ്ങനെ നമ്മൾ കാറ്റാടിയൊന്നും മേടിച്ചു കൊടുത്തില്ല, എല്ലാ ഒരു ദിവസത്തേക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ. അതുകൊണ്ട് അതിന് നമ്മൾ വെറുതെ പൈസ ഒന്നും കളയാൻ പോയില്ല. എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ മേടിച്ചു. അവിടുത്തെ ആലപ്പുഴയിൽ ഒരു ഐസ്ക്രീമിനൊക്കെ 40 രൂപയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ വില ആയതുകൊണ്ട് അവിടെയൊക്കെ ഒരു സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും പോയി. വെറുതെ കാണുക, അല്ലെങ്കിൽ കുറേ കാറ്റ് കൊള്ളുക, ആ ഒരു രീതി മാത്രമാണ്. അല്ല, ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോയതാണ്. പിന്നെ ഭക്ഷണം കഴിക്കണമല്ലോ, വിശക്കൂല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതാണ്ട് ഇത് അഭിനവാണ്, നമ്മുടെ പെങ്ങളുടെ മകനാണ് അവൻ. അത് ലല്ലുക്കുട്ടൻ്റെ കളിയൊക്കെ ഉണ്ടോ. ലല്ലുക്കുട്ടൻ പേരൊക്കെ എഴുതുന്നുണ്ട്. പേരെഴുതാനൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് പുള്ളി. അങ്ങനെ ലല്ലുക്കുട്ടൻ്റെ വർത്തമാനങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ അങ്ങനെ വോയിസ് കൊടുക്കാൻ. അവൻ്റെ വർത്തമാനം കേൾക്കാമെന്ന് വിചാരിച്ചു. അവനിങ്ങനെ സംസാരിക്കുന്നതൊക്കെ രസമാണ്, അതുകൊണ്ടാണ് വോയിസ് ഒന്നും കൊടുക്കാഞ്ഞത്. ഞാനും അവരെ ഇരിക്കാതെ കൊച്ചിനെ പിടിച്ചാ അപ്പനും മകനും മരുമോനും എല്ലാം വെള്ളത്തിൽ ഭയങ്കര കളിയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ രസമുണ്ട്. വെള്ളത്തിലിറങ്ങിയുള്ള ചാട്ടം. ലല്ലു ആദ്യമായിട്ടാണ് കടൽ കാണുന്നതൊക്കെ.
തിരിച്ചു പോകുന്നു. ഒന്ന് പേടിച്ച തിരിച്ചു പോവാ. വലിയ തരയാണ്. എന്നോട് ഇരിക്കണോ? അവിടെ ഇരി. പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് പട്ടി ഉണ്ടാക്കി പോകാൻ നേരത്തെ മേടിച്ചാൽ മതി. ഇപ്പം പോവും കാറ്റാടി. പേടിത്തൊണ്ട. പിന്നെ ഓഫായി ഫുള്ളായോ? പോരാവേ. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ നിന്ന് വണ്ടി നമ്മൾ ഇറക്കിക്കൊണ്ട് വരുന്നൊരു വീഡിയോ ആണ്. രംഗമാണിത്. ഞങ്ങൾ ഇന്നലെയാണ് ആലപ്പുഴയിൽ പോയത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നലെ ശനിയാഴ്ച. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ പിള്ളേരൊക്കെ വന്നിരുന്നു. ഒരുപാട് സ്കൂൾ പിള്ളേരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലല്ലുവിൻ്റെ വർത്തമാനമൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ, ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഇട്ടിരുന്നു. വോയിസ് ഒന്നും ഞാൻ കൊടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയം ഞായറാഴ്ച 5 മണി 5:30 ആകുമ്പോഴാണ് ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. ഇവർ വണ്ടിയിൽ കാറിൽ കയറി ഇരിപ്പുണ്ട്. ലല്ലു ഫോണൊക്കെ അടിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾ വീഡിയോയിലുണ്ടാവും. വണ്ടിയുടെ താക്കോല് വിട്ട് വരുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ ലല്ലു കൊണ്ട് താക്കോല് കൊണ്ട് തന്നിട്ട് പോയി. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ആലപ്പുഴയിലേക്ക് പോയി ആദ്യം വന്നപ്പോഴത്തേക്ക് ഒരു 2 ചെറ്റപ്പട്ടി നമ്മളെ വഴിതെറ്റിച്ചു വിട്ട്. അങ്ങനെ ബീച്ചിലെത്തേണ്ട ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ്, കറങ്ങിയിട്ടാണ് ബീച്ചിലെത്തിയത്. അയാൾ നമുക്ക് വഴിതെറ്റിച്ച് പറഞ്ഞുകൊണ്ട് കുറേ ഭാഗത്തോട്ട് ഓടി. ഒത്തിരി വട്ടം വന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക, വഴി തെറ്റി പിന്നെയും ചേട്ടനെ. അങ്ങനെ കുറേ കറങ്ങിയാണ് നമ്മൾ നമ്മുടെ ബീച്ചിലെത്തിയത്. ഒരുപാട് സമയമൊന്നും വൈകിയില്ല. ഏതാണ്ട് ഒരു 4 മണി ആ ഒരു സമയമൊക്കെ ആകാറായപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിരുന്നു. പിന്നെ ഒരു 6 മണി 6 തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോരുകയും ചെയ്തു. അത്രയും സമയമൊക്കെ നമുക്ക് അവിടെ ഇരുന്നാൽ മതി ഒന്നും ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പോകുമ്പോൾ തന്നെ 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. കാരണം ഒരുപാട് ദൂരമുണ്ട്. മുണ്ടക്കയം ഭയങ്കര സ്രാമ്പിയിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വരെ ആലപ്പുഴയിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ കുറേ ദൂരമുണ്ട്. ഒത്തിരി രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വരണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ പോയത്. അവിടെ എത്തി കുറേ നേരം ഇരുന്നു. പിന്നെ തിരിച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു. ഈ വീഡിയോക്കകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇനി തുടർന്ന് നമ്മളിങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുമ്പോൾ കൂടുതൽ
ഓരോരോ ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഓരോ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഷൂട്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ച് ആ സ്ഥലങ്ങളുടെ പ്രത്യേകതയെല്ലാം കാണിച്ച് നമുക്ക് വീഡിയോ എടുത്ത് പോകാം. പിന്നെ എനിക്ക് ഈ ചാനലിൽ കുറച്ച് ഗെയിമുകൾ അല്ലെങ്കിൽ ചലഞ്ച് വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാനാണ് താല്പര്യം. അതിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഇത് ഈ വീഡിയോസ് കുറേ വീഡിയോസൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഇതാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ വീഡിയോസൊക്കെ. മറ്റൊന്നും പറയാനില്ല. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.